പ്രിയ സഹോദരങ്ങളെ, എന്ന് പറയുന്നത് സിഹിർ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ, ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കുന്ന പരിഹാരം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്, സിഹിർ. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ സിഹിറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒന്നിനും ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ലെന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ സിഹിർ ഒരു യാഥാർത്ഥ്യമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ തടസ്സങ്ങളും സിഹിർ മൂലമാണെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. പല പ്രശ്നങ്ങൾക്കും ശാരീരികവും മാനസികവും സാമൂഹികമായ കാരണങ്ങൾ ഉണ്ടാകാം. അതിനാൽ ചികിത്സയും ആവശ്യമായ പരിശോധനകളും അവഗണിക്കരുത്. സിഹിർ ഉണ്ടായിരിക്കാമെന്ന് ചിലർ പറയുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ലക്ഷണം, കാരണം കണ്ടെത്താൻ പ്രയാസമുള്ള ചില അസ്വസ്ഥതകൾ. എത്രയൊക്കെ ചികിത്സിച്ചിട്ടും കാരണം കണ്ടെത്താൻ സമയമെടുക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ സിഹിർ മൂലമുണ്ടാകാം. രണ്ടാമത്തെ കാരണം, വ്യക്തമായ കാരണമില്ലാതെ അമിതമായ ഭയമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുക. തുടർച്ചയായി ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക. നമുക്ക് ഭയം തോന്നുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത് സിഹിറിൻ്റെ ലക്ഷണങ്ങളാണ്. ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സാധാരണ ജീവിതപരമായോ ആരോഗ്യപരമായോ സാമ്പത്തികമായോ സാമൂഹ്യപര കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. കാരണം ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ ജോലി നിർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജോലി ശരിയാകുന്നില്ല, ജോലി കിട്ടിയത് പോകുന്നു, അങ്ങനെയൊക്കെ വരും. നമ്മൾ ചെയ്യുന്ന വ്യാപാരത്തിലും കച്ചവടത്തിലും എന്ത് ചെയ്താലും നഷ്ടം സംഭവിക്കുന്നത്, കടങ്ങൾ വർദ്ധിച്ചു വരുന്നത്, കടബാധ്യതയിൽ കൂടി വരുന്നത്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, കടബാധ്യതകൾ വർദ്ധിക്കുന്നു, കുടുംബത്തിൽ നിരന്തരമായ വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും, ദിവസവും ഭാര്യയും ഭർത്താവും ദാമ്പത്തിക ജീവിതത്തിലും വളരെ അഭിപ്രായ വ്യത്യാസങ്ങൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാതാപിതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്തികമായ പ്രശ്നങ്ങൾ, നമ്മൾ പഠനത്തിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ, എത്ര ചികിത്സിച്ചിട്ടും ഫലം കാണാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ കുറയുന്നില്ല, എത്ര ചികിത്സകൾ നടത്തിയാലും അസുഖം കുറയുന്നില്ല, വിഷമം, ഉത്കണ്ഠ, നിരാശ എന്നിവ അനുഭവപ്പെടുക. എപ്പോഴും നോക്കിയാലും മാനസികമായ സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നു. ജീവിതത്തിൽ തുടർച്ചയായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്, നമ്മൾ ചെയ്യുന്ന നമസ്കാരം, അങ്ങനെ പോലെ ആരാധനകൾ, അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മടുപ്പ് തോന്നുക, ഖുർആൻ ഓതാൻ മടുപ്പ് തോന്നുക, ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലാൻ മടുപ്പ് തോന്നുക, ഇതെല്ലാം ഇതിൽപ്പെട്ടതാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാവുകയുമില്ല, മൊത്തം പ്രശ്നങ്ങളാണ്. അതിനുള്ള പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമതായി അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസവും തവക്കലും പുലർത്തുക, അതാണ്. അതിനുശേഷം അത് മാറുന്നത് വരെ നിങ്ങൾ തുടർച്ചയായ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് എന്നിവ രാവിലെയും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം വീതം ഓതുക. ദിവസവും നമുക്കറിയാവുന്ന ദിക്റുകൾ രാവിലെയും വൈകുന്നേരത്തും ധാരാളമായി ചൊല്ലുക. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുവാൻ ദിവസവും ഒരു കുറച്ച് പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലുക. അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുക. ദിവസം ആയത്തുൽ കുർസി, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, ദിക്റുകൾ, ഇസ്തിഗ്ഫാർ ഇതെല്ലാം ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവിന് സത്യസന്ധമായ നിലയിൽ ദുആ അള്ളാഹുവിനോട് ചെയ്യുക. ഇതിൽ നിന്നും മോചനം തരുവാൻ വേണ്ടിയും ശൈത്താൻ്റെയും കണ്ണേറിൽ നിന്നും അസൂയയിൽ നിന്നെല്ലാം മോചനം കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. അതൊന്നും ഗുരുതരമായി ആരും കരുതേണ്ട. ഭയത്തിനേക്കാൾ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തമാക്കുക. ആ വിശ്വാസം കൊണ്ട് നമ്മൾ വരുന്ന എല്ലാ
ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ്. അള്ളാഹുവിനെ ആശ്രയിക്കുക, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക, ഖുർആനുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുക. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നമ്മളെയുള്ള എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും, സിഹറിൽ നിന്നും, അസൂയിൽ നിന്നും, ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിലാണ് കൂടുതൽ ആശ്രയിക്കാനുള്ളത്. എപ്പോഴും നമ്മൾ അള്ളാഹുവിന് നമസ്കാരവും ദുആയും ദിക്റുകളും ഖുർആൻ പാരായണവും വർദ്ധിപ്പിക്കുക. ഒരിക്കലും നമ്മൾ ശൈത്താൻ്റെ ഉപദ്രവവും അസൂയും ഒന്നും വരികയില്ല. ഇതെല്ലാം ഉള്ള വീടുകളിൽ ഒരിക്കലും ശൈത്താൻ്റെ ഉപദ്രവം വന്നു ചേരുകയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെയും നാമത്തിൽ, തിരുനാമത്തിൽ ജീവിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.